നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 ആഗസ്റ്റ് മാസത്തെ തിരുവോണ നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെ നല്ല അനുകൂലമായ ഒരു മാസമാണ്. കർമ്മസംബന്ധമായിട്ട് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് വളരെ മെച്ചം അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. നല്ല ദൈവാധീനമുണ്ട്. ഇപ്പം 6ാം ഭാവത്തിൽ നിന്ന് വ്യാഴം ഇപ്പോൾ 7ാം ഭാവത്തിൽ നിന്ന് വൃത്തിസ്ഥാനത്തുള്ളതുകൊണ്ട് ദൈവാധീനത്തിൻ്റെ കാര്യത്തിൽ വളരെ അനുകൂലമാണ്. മാത്രമല്ല പൂർവ്വപുണ്യ സ്ഥാനാധിപതിയായിരിക്കുന്ന ശുക്രൻ ഇവിടെ ഭാഗ്യസ്ഥാനത്താണ്. ഭാഗ്യാധിപതി നിവൃത്തിസ്ഥാനത്തുണ്ട്. ലഗ്നാധിപതി സഹായസ്ഥാനത്ത് മീനൻ രാശിയിൽ ജലജലധന ഭോക്ത എന്ന് പറയുന്ന യോഗം ചെയ്താൽ നിൽക്കുന്നത്. അപ്പോൾ വിദേശത്ത് തൊഴിലെടുക്കുന്നവർക്ക് വളരെ അനുകൂലമാണ്. വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോകാനായിട്ട് സാധിക്കുന്ന ഒരു സമയമാണ്. കുടുംബസംബന്ധമായിരിക്കുന്ന സുഖം അനുഭവിക്കാനായിട്ട് യോഗമുള്ള ഒരു മാസമാണ്. പക്ഷേ കുറച്ച് സാമ്പത്തിക ഞെരുക്കം പോലെയുള്ള പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. കണ്ണ് ചെവി മുതലായിട്ടുള്ള ഭാഗങ്ങളിലുള്ള രോഗാവസ്ഥ, നടുവേദന പോലെയുള്ള രോഗാവസ്ഥയ്ക്ക് യോഗം, അതും കൂടിയും കുറഞ്ഞും വരുന്ന രീതിയിലുള്ള നടുവേദന പോലെയുള്ള രോഗാവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. മറ്റുള്ള രീതിയിലൊക്കെ വളരെ നല്ല അനുകൂലമാണ് ചിന്തിക്കേണ്ടത്. കാരണം ചെന്നാൽ ഭാഗ്യസ്ഥാനത്ത് ശുക്രൻ നിൽക്കുന്നു. കർമാധിപതി 5ാം ഭാവാധിപതി. അപ്പോൾ മനസ്സിലാഗ്രഹിക്കുന്ന ഭൗതികമായ സുഖങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. കാരണം ലഗ്നാധിപതിയെ ദൃഷ്ടി ചെയ്താണ് ഈ 5ാം ഭാവാധിപതിയായിരിക്കുന്ന ശുക്രൻ നിൽക്കുന്നത്. ശുക്രന് പക്ഷേ നീചാവസ്ഥയുണ്ട്, ബലഹീനതയുണ്ട്. അപ്പം നീചഭംഗ ചക്രവർത്തി യോഗം എന്ന് പറയുന്നൊരവസ്ഥയാണുള്ളത്. അതായത് കുറച്ചൊരു ബലഹീനതയൊക്കെ വന്നതിന് ശേഷം ശുക്രൻ അവിടെ നിന്ന് മാറുന്നതിന് മുമ്പായിട്ട് തന്നെ എല്ലാ രീതിയിലുള്ള ഭൗതിക സുഖങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കും. 7ാം ഭാവത്തിൽ നിവൃത്തിസ്ഥാനത്ത് വ്യാഴം സഞ്ചരിക്കുമ്പോൾ നിപുണായോഗം ചെയ്ത ആയത്തിനും ബുധനോടും യോഗം ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നല്ല ദൈവാധീനത്തിൻ്റേതായിരിക്കുന്ന അനുകൂല്യമുള്ളതുകൊണ്ട് നല്ല പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള മറ്റുള്ളവരിൽ നിന്നുള്ള സഹായം കിട്ടാനും സഹോദര ഗുണം അനുഭവിക്കാനും സുഹൃത്ത് ഗുണം അനുഭവിക്കാനും ഒക്കെ യോഗമുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്തൊരു പ്രശ്നമുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭോഗകാരകനായിരിക്കുന്ന ശുക്രൻ അനുകൂലമായിരിക്കുന്ന ഗുണഫലത്തെ ചെയ്യുമെങ്കിൽ നീചത്തിൽ നിൽക്കുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയും 7ാം ഭാവത്തിൽ ആത്മീയകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്ന ഒരവസ്ഥയുള്ളത് കൊണ്ട് ദാമ്പത്യ സംബന്ധമായിട്ട് അത്ര ഒരു അനുകൂലാവസ്ഥ പറഞ്ഞുകൂടാ. വിവാഹമൊക്കെ പറഞ്ഞിരിക്കുന്നവരെ സംബന്ധിച്ചാണെങ്കിൽ ഉടനെ വിവാഹം നടക്കുന്നൊരവസ്ഥയിലല്ല, കുറച്ച് മാറ്റി വയ്ക്കേണ്ടി വരികയോ വിവാഹം അന്വേഷിക്കുന്നവർക്ക് കാലതാമസം വന്നുകൊണ്ടിരിക്കാനൊക്കെയുള്ള സാധ്യതയുള്ളൊരു മാസമാണ്. അപ്പോൾ അത് കാരണം അങ്ങനെയുള്ള ചെറിയൊരു ദോഷമുണ്ട്. ദാമ്പത്യ സംബന്ധമായിട്ട് ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ആകർഷണമൊക്കെ ചിലപ്പോൾ കുറച്ച് കുറയും. മറ്റു രീതിയിലുള്ള ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളൊക്കെ വർദ്ധിക്കുമ്പോൾ ലൗകികമായിരിക്കുന്ന കാര്യങ്ങളോട് ശ്രദ്ധ കുറയുക എന്നുള്ള സ്വാഭാവികമാണ്. അപ്പോൾ എന്താണെങ്കിലും അങ്ങനെ ഒരു യോഗമുള്ളൊരു സമയമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ദേവീ ക്ഷേത്രത്തിലാണ് യഥാശക്തി വഴിപാട് ചെയ്യേണ്ടത്. പ്രത്യേകിച്ചും ദുർഗാക്ഷേത്രത്തിൽ പാൽപ്പായസം കടുംപായസമൊക്കെ കഴിപ്പിക്കുക, പുഷ്പാഞ്ജലി കഴിപ്പിക്കുക, നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക, ലളിതാ സഹസ്രനാമ പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. പിന്നെ നടുവേദന പോലെയുള്ള രോഗാവസ്ഥയ്ക്കുള്ളവർ രാഹുപൂജയും കേതുപൂജയും ശനിപൂജയും നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ ചെയ്യുക. നല്ല പ്രാർത്ഥന കൂടി ഉണ്ടായാൽ വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളൊക്കെ തിരുവോണ നക്ഷത്രക്കാർക്ക് ഈ മാസത്തിൽ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.